അവരുടെ DNA-ക്കകത്ത് IPC ബ്ലഡില് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ പാസ്റ്റർ MS സാമുവേലുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തി. അദ്ദേഹം പറഞ്ഞു തുടങ്ങി തന്നെ IPC കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ ബ്ലഡിലുള്ളതാണ് IPC എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബ്ലഡിൽ IPC ഉള്ള വേറൊരാളെ കൂടെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. പറയൂ. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ലൂയി ഷിക്കാഗോയോടൊപ്പമാണ്. IPCക്കാർക്ക് പൊതുവെ ലൂയി ഷിക്കാഗോയെ നന്നായിട്ട് അറിയാം. കുമ്പനാട് കൺവെൻഷനിലും പല നിലകളിൽ അദ്ദേഹം IPCയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളിൽ പല കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈനികനായിരുന്നു, നേവിയിലായിരുന്നു ദീർഘവർഷങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഷിക്കാഗോയിൽ താമസിക്കുകയും ബിസിനസ്സുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ഒരാളാണ്. ആ നിലയിൽ സഭാസ്നേഹിയായ ഒരാൾക്ക് ഇപ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പശ്ചാത്തലം ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. രണ്ട് ഗ്രൂപ്പായി നിൽക്കുന്നു, ഭിന്നതയുണ്ടാകുന്നു, വലിയ പ്രതിസന്ധിയിലൂടെ സഭ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ സഭയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളതും അത് തന്നെയാണ്. സ്വാഗതം ചെയ്യുന്നു ലൂയി ഷിക്കാഗോയെ. ഓക്കെ, IPCക്കാരൻ എന്നുള്ളതിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴുണ്ടോ? ഇപ്പോഴുണ്ട്. എൻ്റെ 3 ജനറേഷനാണ് ഞാൻ. എൻ്റെ പിതാവ്, എൻ്റെ വല്യപ്പച്ചി, ഗ്രാൻഡ് ഫാദർ, ഇവരെല്ലാവരും ഇന്ത്യ പെന്തക്കോസ്തിന് വേണ്ടി അവരുടെ ആരോട് ചോദിച്ചാലും അവരുടെ DNA-ക്കകത്ത് IPC ബ്ലഡില് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ പാസ്റ്റർ MS സാമുവേലുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തി. അദ്ദേഹം പറഞ്ഞു തുടങ്ങി തന്നെ IPC കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ ബ്ലഡിലുള്ളതാണ് IPC എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബ്ലഡിൽ IPC ഉള്ള വേറൊരാളെ കൂടെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. പറയൂ. അപ്പോൾ ഈ ഇന്ത്യ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. നമുക്കെല്ലാവരും അഭിമാനിക്കുന്ന സഭയാണ്. ഒരു വ്യക്തിയുടെ സഭയല്ലല്ലോ, ദൈവത്തിൻ്റെ സഭയാണ്. പറയുമ്പോൾ തന്നെ ഈ സഭയിൽ ഞാൻ എൻ്റെ മലയാളം ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ പറയാം, സഭയുടെ ഫ്രെയിമേഴ്സ്, ഫൗണ്ടിങ് ആൾക്കാരുണ്ട്, സഭയുടെ ഫ്രെയിമേഴ്സുണ്ട്. ഫ്രെയിമേഴ്സ് സഭയുടെ രൂപകൽപ്പന ചെയ്തപ്പോൾ അത് 2 സൈഡായിട്ട് അവർ വായിച്ച്. ഒന്ന് ഈ പാസ്റ്റോറിയൽ ഗ്രൂപ്പ്, അൽമായർ. ഈ 2 പേർക്ക് ഈക്വലായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, റോളുണ്ട്. ആ റോളിനകത്ത് നമ്മൾ വിശ്വാസികളുടെ റോൾ എക്സസൈസ് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ഈ പാസ്റ്റോറിയ അവരെ നമുക്ക് സ്നേഹിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ തലമുറകളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതൊക്കെ ശരി, അവർക്ക് ആവശ്യമുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യണം. പക്ഷെങ്കിൽ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഈ 2 ആൾക്കാർ ഒരുപോലെ മുമ്പോട്ട് പോയെങ്കിലേ ഒക്കത്തുള്ളൂ. ഈതർ വൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്താൽ സഭയുടെ ഒറിജിനൽ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ, വിഷണറീസിൻ്റെ അത് ഡിവേറ്റ് ചെയ്യണം. സത്യത്തിൽ അത് പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്ന ആളുകൾ വലിയ വിദ്യാഭ്യാസമുള്ളവരോ വലിയ മിടുക്കന്മാരോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ വലിയ ദൈവകൃപയുള്ള ആളുകളായിരുന്നു. അവർ വിശ്വാസമുള്ളവരായിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്തവർ. അവരുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ IPC പിന്നീടുണ്ടായ ഒരു വളർച്ച ഉണ്ടാകത്തക്ക നിലയിലുള്ള ഒരു അടിത്തറ സഭയ്ക്കുണ്ടാക്കി. അതാണ് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ട്രക്ചറിനകത്താണ് ഈ സഭ വളർച്ച പ്രാപിച്ചത്. ആ കാലഘട്ടത്തിൽ പല വിദേശ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, മറ്റ് പ്രസ്ഥാനങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദേശ സപ്പോർട്ടോടുകൂടിയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും വളരുന്നതിൻ്റെ അനേകം മടങ്ങ് IPC വളർന്നു. ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ലോക്കൽ ആളുകൾ മാത്രം അവരുടെ മാത്രം സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൊണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് IPC. അപ്പം അവരുടെ ദർശനം അത്ര വലുതായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഉണ്ടാക്കിയൊരു സ്ട്രക്ചർ. അതായത് വിശ്വാസത്തിൻ്റെ ഒരു ലീഡർഷിപ്പും തിയോളജിയുടെ ഒരു ലീഡർഷിപ്പും പിതാക്കന്മാർ തന്നു. അപ്പം തന്നെ ഒരു കുറച്ചേറെ ഫാമിലീസ്, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലീസ് വെൽത്ത് ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചില തലമുറകൾ ഇതിനകത്തൊന്ന് ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്ത് അവർ തിരിച്ചുവിടുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇത് വെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ വിറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി. അവരൊക്കെ പക്ഷെ വിസ്മരിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് അത് സങ്കടകരമായ. അത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സമൂഹം, അൽമായ സമൂഹം
അത് പ്രൊട്ടക്റ്റ് ചെയ്തില്ല. അതെ, പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, വിശ്വാസികളുടെ പൊസിഷൻ അതെ സഭയ്ക്കകത്ത് മനസ്സിലാക്കി അവിടെ നിന്ന് പ്രവർത്തിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇനി എനിക്കറിയില്ല സഭയുടെ അടുത്ത ചോദ്യം എന്താണെന്ന്, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. സഭ നമ്മുടെ ദൈവത്തിൻ്റെ സഭയാണ്. രണ്ട് ഈ ലീഡർഷിപ്പിലുള്ള നമ്മുടെ പാസ്റ്റോറിയൽ ലീഡർഷിപ്പും അൽമായ ലീഡർഷിപ്പിനെ ഒരുപോലെ ദൈവം ഏൽപ്പിച്ചതാണ് IPC സഭ. കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഈ ഒരു ലോക്കൽ സഭ എന്ന് പറഞ്ഞാൽ ആ സഭയിലെ വിശ്വാസികളുടേതാ സഭ. എക്സാക്ട്ലി അങ്ങനെ ആയിരുന്നു. 3 വർഷം കൂടുമ്പോൾ വരുന്ന പാസ്റ്റർ അല്ല സഭയുടെ, അല്ല, ഒരിക്കലും അല്ല. പുള്ളി കമ്മിറ്റി പ്രിസൈഡ് ചെയ്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പ്രിസൈഡ് ചെയ്തിട്ട് അവിടുത്തെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സഹോദരനോ ഒരു സഹോദരിക്ക് അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇതാണ്, നമ്മുടെ ഗൈഡ് ലൈൻസ് ഇതാണെന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള അതേ ഒക്കുള്ളൂ. അല്ലാതെ ഡിക്റ്റേറ്റർഷിപ്പ് IPC സഭയിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ ലോക്കൽ സഭയ്ക്ക് ലോക്കൽ ബാഡി, അത് കഴിഞ്ഞിട്ട് സെൻട്രൽ, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജനറൽ, അത് കഴിഞ്ഞിട്ട് അത് ഇല്ലെങ്കിൽ മാത്രമേ ഇന്ത്യ ഗവൺമെന്റിനെ ശ്രദ്ധിക്കാവുള്ളൂ എന്നുള്ള ഒരു ഒരു കീഴ്വഴക്കം നമ്മുടെ സഭയ്ക്കുണ്ടാകും. സത്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ സഭയ്ക്ക്. എക്സാക്ട്ലി. പിതാക്കന്മാർ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരു ലോക്കൽ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ആദ്യം വരേണ്ടത് ലോക്കൽ സഭാ കമ്മിറ്റിയുടെ മുൻപിലാണ്. സഭാ ശുശ്രൂഷ അധ്യക്ഷനായിട്ടുള്ള സഭാ കമ്മിറ്റിയുടെ മുൻപിൽ ഈ വിഷയം വന്നു. അവർക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹയർ അതോറിറ്റി ആയിട്ടുള്ള സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരികയാണ്. ആ സെൻട്രൽ കമ്മിറ്റിക്കും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സ്റ്റേറ്റിലേക്ക് പോകുന്നു. സ്റ്റേറ്റിനും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജനറലിലേക്ക് പോകാം, അവരുടെ ഗ്രീവൻസ് പറയാം, അവരുടെ പരാതി പറയാം. അങ്ങനെ അവർക്കും അതിനകത്തൊരു ഇദ്ദേഹത്തിന് തൃപ്തികരമായ നീതിയുക്തമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ കോടതി പോകാനായിട്ട് പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസ് തലം തൊട്ട് ഒരാൾക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ കോടതി പോകുന്നു, ഒരു വശം. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഈ ലോക്കൽ സഭയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി പോലും സഭയ്ക്ക് പുറത്തായി പോകുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നു, സംജാതമായിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സഭയ്ക്കകത്തുനിന്ന് ഒരു ആത്മാക്കളെയും പുറത്തു വിടാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവസഭയാണ്. അതെ. അഡ്വഞ്ചർ ഇഷ്ടമാണോ? എന്നാൽ നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആയാലോ? ഓസ്ട്രേലിയയിലെ വൈബ്രന്റ് സിറ്റീസ്, വേൾഡ് ഫേമസ് സിഡ്നി ഒപ്പേറ ഹൗസ്, ഗോൾഡ് കോസ്റ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നിവയുടെ മനോഹാരിതയും, ന്യൂസിലാൻഡിലെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്, മിൽഫോർഡ് സൗണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ലേക്സ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ് എന്നിവയും ഒരേ ഒരു യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഓരോ ഡെസ്റ്റിനേഷനും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. ഷൈലോ ട്രാവലിനൊപ്പം ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, ഗൈഡഡ് സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സീംലെസ് ട്രാവൽ എക്സ്പീരിയൻസ്. ഇന്ന് തന്നെ www.shiloholidays.com വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ടൂർ ബുക്ക് ചെയ്യൂ. ഓക്കെ, ഇത് നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കുന്നത് പലപ്പോഴും അബദ്ധമായിട്ട് തീരും. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ 100-ൽ പരം വർഷത്തെ ഒരു ഹിസ്റ്ററി നമുക്കുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ അടുത്ത് ചില തീരുമാനത്തിൻ്റെ ഭവിഷ്യത്തുകൾ പിൻതലമുറകൾ റബിലേസ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്നേഹത്തിൽ, കാരണം ഏത് വലിയ കടും മനസ്സുള്ള വ്യക്തിയുടെ അടുക്കലും സ്നേഹത്തിൻ്റെ രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ അതിന് ഇരുന്ന് സംസാരിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ ഭീകരരല്ലല്ലോ വിശ്വാസികൾ. ഓഫ് കോഴ്സ്. നമ്മൾക്ക് നമ്മുടേതായ ഒരു ദൈവിക പ്രിൻസിപ്പിളുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അതെ, മനസ്സിലായോ? മക്കളോട് തന്നെയല്ല, സഹോദരന്മാരോട്, സ്വന്തം സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ എല്ലാവരോടും കാണിക്കണം. കാരണം ഇത് എന്നാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ സ്പേസ് മനസ്സിലാക്കണം. ഒരു ജീവിതത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത്
മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം സഭ ഈ വലിയ വലിയ പ്രതിസന്ധിയാണ്. ലൂയി ചിക്കാഗോ അത് എങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെന്നുള്ള നിലയിലും എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും? പക്ഷേ നമ്മളുടെ സഭ തുടക്കത്തിൽ ഫൈനാൻഷ്യലി വീക്കാണ്. തീർച്ചയായിട്ടും. എന്നാൽ റീസെൻ്റ്ലി നമ്മുടെ സഭയ്ക്കകത്ത് മണി പിന്നെ വെൽത്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഈ വെൽത്ത് കൂടി എന്ന് പറയുമ്പോൾ സഭയ്ക്കല്ല പണം ഉണ്ടായത്, ഈ വ്യക്തികൾക്ക് പണം ഉണ്ടായി. അപ്പോൾ അവർ അതിൻ്റേതായ ഒരു സ്ട്രെസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സർക്കസ് ചില പരിപാടികളിൽ ഒരു സർക്കസ് ക്യാമ്പസ് പോലെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ അവരോട് ചെയ്യല്ലെന്ന് പറയല്ല, കാരണം അവരുടെ സ്വാതന്ത്ര്യം അവർ എക്സർസൈസ് ചെയ്ത് നോക്കത്തുള്ളൂ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനും ഒരു പരിധിയുണ്ട്. പലന്തിക്കൽ പീരീഡ്. പപ്പ പറഞ്ഞാൽ ഇതിനൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പം നമ്മൾ പിന്നെ നമ്മുടെ ഓർമ്മകളുടെ ബുക്കിൽ ആ വ്യക്തി അങ്ങനെ ആയല്ലോ എന്ന് നമ്മൾ എഴുതി ചേർക്കില്ല. അത് നമ്മൾ പരമാവധി അത് അവോയ്ഡ് ചെയ്യണം. കാരണം ഇന്ത്യ പെന്തക്കോസ്ത് സഭയെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അറിയാം ഇതിൻ്റെ പുറകിൽ ഒരുപാട് വർക്കുണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ നേരത്തെ ആഹാരം മാറ്റി വെച്ചത് കുമ്പനാട്ട് ഹെബ്രോണിൽ കൊടുത്ത് അയച്ചൊക്കെ ഉള്ള ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇത് നമ്മളുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, നമ്മുടെ പ്രസ്ഥാനമാണ്. ഇപ്പോൾ അറിയാൻ വയ്യാത്ത ഒരാൾ വന്നാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് അല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ തന്നെ സഭകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, വ്യക്തികൾ ഇൻഡിപെൻഡൻ്റ് ആണ്, സെൻട്രൽ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്നേഹ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അല്ലാതെ അധികാരമുള്ള പട്ടാളാധികാരമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ലൂയി ഷിക്കാഗോയെ പോലുള്ള ഒരാൾ പിന്നെ ഒരു ലിബിയയെ കൊണ്ടുപോയി ബോംബിട്ടെന്ന് പറയുന്നത് പോലെ കാര്യമല്ല ഇത്. അതല്ല, നമ്മൾ വളരെ നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ബുദ്ധിയുള്ള ആരാധനകളാണ് ബൈബിളിൽ മെൻഷൻ ചെയ്തത്. അപ്പം നമ്മൾ അതൊക്കെ അനുസരിച്ച് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ആൾക്കാർക്ക് പവർ കിട്ടിക്കഴിയുമ്പം അത് അബ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് അബ്യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ദൈവനാമത്തിൽ അത് തെറ്റാണ്. പിന്നെ മാനസികമായിട്ട് നമ്മൾ പിന്നെ ഈ അല്പം നേരത്തെ പവറും കൊണ്ട് നമ്മൾ എവിടെ പോകാനാണ്. തീർച്ചയായിട്ടും ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം അത്. കാരണം അവിടെ ചില ആൾക്കാരുടെ വേഷം കെട്ടി ആടി, ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ കുമ്പനാട്ട് കണ്ടപ്പോൾ ചില ആൾക്കാരുടെ വേഷം കെട്ടി ആട്ടം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, സങ്കടം തോന്നി. കാരണം ഇത് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ല IPC സഭ ഉണ്ടാക്കിയത്. ഏനോ ഇപ്പം നമ്മൾ വളരെ മാന്യത കാണിക്കണം പ്രസ്ഥാനത്തിൻ്റെ അടുക്കൽ. ഇപ്പോൾ ഉണ്ടായ എല്ലാ കേസുകളും ഡ്രോപ്പ് ചെയ്ത് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യണം. കാരണം ഇതുകൊണ്ട് നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിക്കുക. നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് കുമ്പനാട് സെൻറ്ററുമായിട്ട് അല്ലെങ്കിൽ കുമ്പനാട് കേന്ദ്രവുമായിട്ട് പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ കുടുംബവുമായിട്ട് ഒക്കെ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഉള്ളയാളാണ് ലൂയി ഷിക്കാഗോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങൾ ഒക്കെ വളരെ പ്രയാസം അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ കെ എബ്രഹാമിൻ്റെ കാലത്തും TS എബ്രഹാമിൻ്റെ കാലത്തുമൊക്കെ സഭയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനും മുന്നോട്ട് പോകുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ തകർച്ചകൾ ഉണ്ടാകാതെ അവരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? സഭ മുന്നോട്ട് പോയി. പക്ഷേ TS എബ്രഹാമിൻ്റെ കാലഘട്ടമാണെങ്കിൽ ഒരു ഭിന്നത, അങ്ങനെ ഒരു വേർതിരിവുകളൊന്നും ഉണ്ടായില്ല. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടായെങ്കിലും അദ്ദേഹം വളരെ ടാക്റ്റിക്കലായിട്ട് അതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ വത്സന എബ്രഹാമിൻ്റെ കാലം വന്നപ്പോഴേക്ക് ഇതൊരു വല്ലാത്ത കുഴഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? കറക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തുള്ളൊരു സങ്കടകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തോട്, കെ എബ്രഹാം കുടുംബത്തോട് IPCക്കാർക്ക് വലിയ ഒരു ആദരവുള്ളൊരു കുടുംബമാണ്. കാരണം IPCയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഥമ കുടുംബം എന്ന് പറയാവുന്നത് പോലെ, കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് പോലെ തന്നെ കെ എബ്രഹാം കുടുംബം ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിലെ ഇളം തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ പാസ്റ്റർ വത്സന എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ഭരണഘടന പ്രകാരവും ഏത് ഭരണഘടന വെച്ച് നോക്കിയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കിയാലും ഈ ടേമയുടെ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം അവസാനിക്കുകയാണ്.
സത്യത്തിൽ അദ്ദേഹത്തിനൊരു വളരെ ഭംഗിയായ ഒരു യാത്രയപ്പ് എല്ലാവരും കൂടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ മക്കളാരും പിന്നീട് സഭയുടെ നേതൃത്വത്തിലേക്ക് വരാനില്ല. ആ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഈ സമീപകാലത്തെങ്ങും ആ നേതൃത്വത്തിലേക്ക് വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സഭ ഒന്നടങ്കം അദ്ദേഹത്തെ ആദരവോടെ യാത്രയാക്കാനായിട്ട്, അല്ലെങ്കിൽ പറയുന്ന വാക്ക് ശരിയാകണമെന്നില്ല എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിനൊരു ഈ വിരമിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകേണ്ടതല്ലായിരുന്നോ? അതെ, ഉണ്ടാകേണ്ടതായിരുന്നു. എങ്ങനെ സാധിക്കും? ഞാൻ എൻ്റെ അറിവിലുള്ളൊരു കാര്യം ഞാൻ പറയാം. സാറപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എന്നെ ഡെഡിക്കേറ്റ് ചെയ്ത അപ്പച്ചനാണ്. അതെ, ഓക്കെ. സാറപ്പച്ചൻ്റെ സമയത്ത് സാറപ്പച്ചൻ്റെ ആഗ്രഹങ്ങൾ തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ. ടി എസ് അങ്കിളിൻ്റെ സമയത്തും ടി എസ് അങ്കിളിൻ്റെ ചില സ്വാർത്ഥമായ ചിന്താഗതികളെ സ്റ്റിയർ ചെയ്യാനായിട്ട് ചിലരൊക്കെ എം ഇ വർഗീസ്, റാന്നിയിൽ സ്റ്റീവൻ സാറ്, ടി അങ്കിള്, അങ്ങനെ ചില ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ ബൽസാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ബൽസാൻ്റെ തീരുമാനങ്ങൾ ഫൈനലൈസ് ചെയ്തതിന് മുമ്പ് പുള്ളിയുടെ സർക്കിൾ ഓൾറെഡി അത് ചക്ക കുഴച്ച് പോലെ കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ബെനിഫിറ്റാണ് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ സർക്കിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം IPC-ൽ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ്റെ ഒരിതുണ്ട്. വത്സാൻ ലീഡർഷിപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പുള്ളി വന്നത്. അപ്പം പിന്നെ പുള്ളിയുടെ സർക്കിളിൽ വന്ന ആൾക്കാരുടെ ഉദ്ദേശം എത്ര ശുദ്ധിയാണെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഈ പ്രശ്നത്തിൻ്റെയൊക്കെ മുമ്പിൽ ഏതാനും ചില വ്യക്തികളുടെ പേരുകളാണ് കേൾക്കുന്നത്. ഓക്കെ. പക്ഷേ രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടും പൊളിറ്റിക്സ് അറിയാവുന്നതുകൊണ്ടും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഫാമിലി എന്നുള്ളത് എബ്രഹാം ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് സഭയെക്കുറിച്ചൊരു വിശാലമായ ചിന്താഗതി വേണ്ടിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രോബ്ലം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി അല്ല, പണമാണ്. പണത്തോടുള്ള ഒരു മൽപ്പിടുത്തമാണ് നമ്മുടെ ആത്മീയത്തെ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആത്മീയ ബന്ധത്തെ. ഓക്കെ. ഇത് മനസ്സിലാക്കി വത്സാൻ്റെ റിമൈനിങ് സമയങ്ങളിൽ വത്സാന് കറക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രാർത്ഥന. ഇന്ത്യ പെന്തക്കോസ്ത് സഭ ഒരു പ്രാവശ്യം എൻ്റെ ചെറുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് പോയതാണ് ഷാരോനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഭിന്നിച്ചു പോകാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു തലമുറകളാണ് ഇപ്പം IPC-യെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം ഈ സഭ ഭിന്നിച്ചു പോകാതിരിക്കാൻ. കാരണം നമുക്ക് ദേഷ്യമുണ്ട്, പ്രയാസമുണ്ട്, അതിൻ്റെ മുമ്പിലൊരു തീരുമാനമല്ല. അത് രണ്ടും മാറ്റി വെച്ചിട്ട് ഒരു കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൽ കവർ ചെയ്ത ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വേണം എന്ന് പറഞ്ഞാൽ സഭ വളരാൻ കിടക്കുന്നേ ഉള്ളൂ. സഭയുടെ വളർച്ചയൊന്നും ആയിട്ടില്ല. കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ വിഷൻ എന്ന് പറയുന്നത് 7 കോണ്ടിനെൻറ്റിലാണ്. അതെ. അപ്പച്ചന്മാരുടെയൊക്കെ പ്രാർത്ഥന ഇതായിരുന്നു. കുഴിക്കല സഭയിലുള്ള അമ്മച്ചിമാരുടെ പ്രാർത്ഥന ഇതായിരുന്നു. അവർക്ക് ആ ലോകം വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലേക്ക് IPC കയറണമെന്നുള്ള രീതിയിലാണ് അവർ പ്രാർത്ഥിച്ചത്. അതിനെ ചെറുതാക്കാനായിട്ട് നമ്മുടെ ഇടുങ്ങിയ മനസ്സുള്ള കുറച്ച് ആളുകൾ അതിനകത്തുണ്ട്. വളരെ വേദനാജനകമാണ് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഒന്ന് ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമാണ്. എൻ്റെ ഒരു സജഷൻ, പ്രിയ വത്സജാൻ്റെ അടുക്കൽ, നിങ്ങൾ വിളിക്കുന്ന ഫസ്റ്റ് വത്സൻ എബ്രഹാമിൻ്റെ അടുക്കൽ സ്നേഹത്തിൻ്റെ ഒരു സമീപനം ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഫാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ ഫാമിലിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പ്രിയ ലൂയിച്ചായന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു റോൾ എടുക്കാൻ സാധിക്കുമോ? അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ സാധിക്കുമോ? എനിക്ക് വത്സാൻ്റെ അടുക്കൽ സംസാരിക്കാൻ ഒരു പ്രയാസമില്ല. വത്സാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളത്. പക്ഷേ വത്സാൻ്റെ സൈഡ് ഞാൻ ഇതുവരെ കേട്ടില്ല. വത്സാൻ്റെ സൈഡ്, 2 സൈഡുണ്ടല്ലോ എല്ലാത്തിനും. ഒരു സൈഡിലെ വിശ്വാസികളുടെ ഗ്രീവൻസ് ഞാൻ കേട്ടു, മറ്റേ സൈഡിലെ സിറ്റുവേഷൻ എനിക്ക് എന്താണെന്ന് ഞാൻ വത്സാനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതാണ്. സഭ ദൈവത്തിൻ്റേതാണ്. സഭ നമ്മുടെ പിതാക്കന്മാരെല്ലാം കൂടി ഒന്നിച്ച് പണിത സഭയാണ്. ഓക്കെ.
അതിനകത്ത് ദൈവം വത്സാൻ്റെ ലീനേജിലുള്ള അപ്പച്ചനെ അതിൻ്റെ ഒരു ഫൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അപ്പച്ചൻ്റെ മാന്യത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും ആ ആദരവ് ജനങ്ങളിൽ നിന്ന് നഷ്ടമാക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യം. വത്സൻ എബ്രഹാമിൻ്റെയും ആവശ്യമാണ്. അയ്യോ, അവരുടെ ആവശ്യമാണ്. അവരുമായിട്ട് എന്തെങ്കിലും ബന്ധത്തെ എന്തെങ്കിലും സ്നേഹബന്ധമുള്ളവരെല്ലാം കൂടെ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളത് ഇതാണ്, നമ്മളെല്ലാം IPSCയിൽ പല 2, 3, 4 തലമുറകളിലൊക്കെ പെട്ട ആളുകളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സഭ ഇങ്ങനെ പോകുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. ഈ പാസ്റ്റർ വത്സൻ എബ്രഹാമിനോട് അടുത്ത് നിൽക്കുന്ന ലൂയിച്ചാനെ പോലുള്ള ആളുകളൊക്കെ കൂടെ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് അദ്ദേഹത്തെ തീർച്ചയായും ഇടപെടണം. അത് തന്നെയല്ല, നമ്മുടെ മീഡിയ ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും സാഹോദര്യ സ്നേഹത്തിന് വേണ്ടിയുമാണ് നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും. ചില ആൾക്കാർക്ക് മീഡിയ പെണ്ണ് കിട്ടിയ ഉടനെ കുത്തിത്തിരിപ്പ്, അത് ശരിയല്ല. മീഡിയ എന്ന് പറയുന്നത് പല കാലങ്ങളിലും സഭയ്ക്കകത്തെ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എപ്പോഴും സഭയ്ക്ക് ആത്യന്തികമായൊരു ദോഷം വരുന്ന ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇടപെട്ടില്ല. ഇപ്പം ഒരു തെറ്റ് കണ്ട് നമ്മളത് ചൂണ്ടിക്കാണിച്ചു, അത് കറക്റ്റ് ചെയ്ത് പോയി. പാസ്റ്റർ TS അബ്രഹാമും ഞാനും ഒന്നിച്ച് ദീർഘവർഷങ്ങൾ കൗൺസിലിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹവുമായിട്ട് കൗൺസിലിൽ വാദിക്കുകയും പ്രതിവാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്തോട്ടിറങ്ങുമ്പോൾ കൈ കൊടുക്കാൻ ഉള്ള ഒരു സ്നേഹബന്ധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാനാണ് അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൗൺസിൽ. അന്നാണ് ഡൽഹിയിലെ തോമാച്ചൻ എന്നൊക്കെ പറയുന്ന ഒരു അച്ഛനുണ്ടല്ലോ, പുള്ളിയുമായിട്ടുള്ള ബന്ധവും പാസ്റ്റർ ജോയി ഇവരോട്ടൊക്കെയുള്ള പ്രയാസം തിരിക്കുമ്പോൾ ഏറ്റവും മൃദു സമീപനം എടുത്ത ഒരാളാണ് ഞാൻ. അന്ന് കുഞ്ഞാൻ ഇച്ചിരി പ്രയാസം വന്നു, ഹാർഡ് ലൈൻ എടുക്കുക. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ പണം അവർ അതിൻ്റെ അതായത് കൺട്രോൾ പറഞ്ഞ അതിനകത്ത് കാര്യമില്ല. കാരണം ഈ പണം വരും, പണം പോവും. പിന്നെ ഓർമ്മകളുടെ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് അവിടെ കിടക്കും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സഭ റീകൺസ്ട്രക്ട് ചെയ്യണം. എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമായി, നമ്മുടെ സഭ ആണ്, നമ്മളെല്ലാവരും സഭയുടെ മെമ്പേഴ്സാണ്. ഇതിനകത്ത് ആരും വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സഭയെ പണിയണം. ഇന്ത്യ പെന്തക്കോസ്ത് സഭയെന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വൻ പവർ ഹൗസായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കണം. അത് ആവശ്യമാണ്. അത് എന്നെ പ്രിയ സാങ്കുട്ടി എന്നോട് വന്ന് സംസാരിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയ ലൂയി ഷിക്കാഗോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ IPSCക്കാരുടെയും ശ്രദ്ധയിലേക്ക് വരേണ്ടത്. നമുക്ക് ഈ സഭയുടെ ഇപ്പോഴത്തെ പോക്ക് ഏറ്റവും അപകടകരമായ നിലയിലാണ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്വസ്ഥമായ സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം സഭയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവസന്നിധിയിലെ വിഷയങ്ങൾ എല്ലാവരും ഏൽപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് പരസ്പരം ഒരു ചർച്ചയ്ക്കും പരസ്പരം പറഞ്ഞ് ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് സന്നദ്ധത കാണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് സംസാരിക്കാൻ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.